നമസ്കാരം. മുഖ്യമന്ത്രി ഒന്ന് ശ്രദ്ധിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് രാജ്കുമാർ. മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞയുടെ അന്നത്തെ ദിവസം അവിടെ വിളിച്ചോ വിളിക്കാതെയോ ഒരു അതിഥി അവിടെ സ്റ്റേജിൽ കടന്നുകൂടിയിട്ടുണ്ടായിരുന്നു. അത് ചെറുപ്പക്കാരനായ ചുറുചുറുക്കുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ അടിമുടി തകർക്കുവാൻ വേണ്ടി ശ്രമിച്ച രാഷ്ട്രീയ ഭാവി നശിപ്പിച്ചു കളഞ്ഞ റിനി ആൻഡ് ജോർജിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മന്ത്രിമാരായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുവാൻ വേണ്ടി അവിടെ വന്നിട്ടുണ്ടായിരുന്ന MLA-മാർ അവരുടെ ഭാര്യമാരെയോ കുടുംബങ്ങൾ ഉള്ളവരെ പോലും ആ സ്റ്റേജിൽ പ്രവേശിപ്പിക്കാതിരുന്നപ്പോൾ, വൻ സുരക്ഷാ സന്നാഹങ്ങളായിരുന്നപ്പോൾ റിനി എങ്ങനെ ആ സ്റ്റേജിൽ കടന്നുകൂടി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അദ്ദേഹത്തെ പിതൃതുല്യൻ എന്നൊക്കെയാണ് റിനി പറഞ്ഞത്. നമ്മളത് കേട്ടതാണ്. ഇതുപോലെ പിതൃതുല്യൻ എന്ന് പറഞ്ഞ വേറൊരാളിനെ നമുക്ക് ഓർമ്മ വരും. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ജനകീയമായിട്ടുള്ള മുഖ്യമന്ത്രിയെ തകർക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മരണം വരെ അദ്ദേഹം വേദനിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കിയ ഒരു സ്ത്രീ ഉണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ സ്ത്രീ കാരണം അന്ന് ആ മുഖ്യമന്ത്രി അനുഭവിച്ച വേദന എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ ഗതി ഇന്നത്തെ മുഖ്യമന്ത്രിക്ക്, ഞാൻ പറഞ്ഞു തന്നത് സരിതാ നായരെ കുറിച്ചാണ്. സരിതാ നായർ എന്തായിരുന്നു, എത്ര പേർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നുള്ളതെല്ലാം അറിയാം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ സാറ് ഒരു കാരണവശാലും റിനിയെ പോലുള്ള ഒരാളിനെ കൂടെ കൂട്ടരുത്, കൂടിക്കഴിഞ്ഞാൽ അത് അത്രയും ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. കാര്യം ഓന്തിനേക്കാൾ വളരെ വേഗം നിറം മാറുവാൻ വേണ്ടിയിട്ട് കഴിവുള്ളവരാണ് ഇവരൊക്കെ. അപ്പോൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന് വന്ന ആ ഗതി ഒരിക്കലും VD സതീശൻ സാറിന് ഉണ്ടാകരുത് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഒരു കാരണവശാലും റിനിയെ പോലുള്ള സ്ത്രീകളെ അടുപ്പിക്കരുത്. എങ്ങനെയാണ് ഈ സ്ത്രീ അവിടെ കടന്നുകൂടിയത്? മറ്റുള്ള സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിമാരുടെ കൂടെ നിന്ന് സെൽഫി എടുക്കുന്നു. അവിടെ ഭയങ്കരമായിട്ട് എന്തോ മുഖ്യമന്ത്രിയുമായിട്ട് ഏറ്റവും നല്ല അടുപ്പമുള്ളതായിട്ട് മുൻപ് നമ്മൾ പല പ്രാവശ്യം കണ്ടതാണ്. ഒരു യുവാവിനെതിരെ അവനെ നശിപ്പിച്ച് കളഞ്ഞ അവൻ്റെ എന്താ പറയുക, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആത്മധൈര്യം കൊണ്ടും പവർ കൊണ്ടും മാത്രമാണ് അദ്ദേഹം കയറി വന്നത്. അദ്ദേഹത്തിന് പക്ഷേ സ്ഥാനമാനങ്ങൾ പോയി. ഇപ്പോൾ യഥാർത്ഥം പറഞ്ഞാൽ MLA-യോ അല്ലെങ്കിൽ ഇവിടെ ഒരു മന്ത്രിയോ ഒക്കെ ആയിരിക്കേണ്ട ഒരു വ്യക്തിയാണ്, കഴിവുള്ളൊരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു യുവാവിനെയാണ് തകർത്ത് കളഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ളവരെ, സ്ത്രീകളെ അടുപ്പിക്കരുത്, അകറ്റി നിർത്തണം എന്നുള്ളത് ഞാൻ സതീശൻ സാറിനോട് പറയുകയാണ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയുകയാണ്. അതുപോലെ തന്നെ പല മേഖലയിലുള്ളവർ, മറ്റു മന്ത്രിമാർ, MLA-മാർ എല്ലാവരും സൂക്ഷിക്കേണ്ടതാണ്. ഈ കാലഘട്ടം നമ്മുടെ കേരളത്തിൽ ഒരു വിഭാഗം സ്ത്രീകൾ വെറും തറപരിപാടിക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഒന്നുമില്ലാതെ അവരെ ഭോഗിച്ചു, അവരെ കൂടെ കിടക്ക പങ്കിട്ടു എന്ന് പറയുവാൻ ഒരു എളുപ്പമില്ലാത്ത സ്ത്രീകളുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് ഓർമ്മയിൽ ഇരിക്കട്ടെ. ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ രേഖപ്പെടുത്തൂ. ഈ പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്തോളൂ. താങ്ക് യു.